നികുതി വെട്ടിപ്പ് ഉൾപ്പെടെ 7 ലോട്ടറി കേസുകളിലാണ് CBI എറണാകുളം CJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സാന്റിയാഗോ മാർട്ടിൻ കേസിലെ ഒന്നാം പ്രതിയാണ്. മാർട്ടിന്റെ ബന്ധുക്കളായ ജോൺ കെന്നഡി, ജോൺ ബ്രിട്ടോ, കമ്പനി എന്നിവരുൾപ്പെടെ 7 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. ലോട്ടറി ഇടപാടിൽ സാന്റിയാഗോ മാർട്ടിൻ സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ യാതൊരു നഷ്ടവുമുണ്ടാക്കിയിട്ടില്ലെന്ന് CBI കണ്ടെത്തി. എന്നാൽ കേന്ദ്ര ലോട്ടറി നിയമം ലംഘിച്ചു. സിക്കിം സർക്കാരിന് നൽകേണ്ട നികുതിയിൽ മാർട്ടിൻ കോടികളുടെ വെട്ടിപ്പ് നടത്തി. മാർട്ടിന് കമ്മീഷൻ നൽകി സിക്കിം സർക്കാർ ലോട്ടറി നടത്തുന്നതിനു പകരം മാർട്ടിൻ സിക്കിം സർക്കാരിന് കമ്മീഷൻ നൽകുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ. ഒരു വർഷം സിക്കിം സർക്കാരിന് 4752 കോടി രൂപ നൽകേണ്ട സ്ഥാനത്ത് 152 കോടി രൂപ മാത്രമാണ് നൽകിയത്. സിക്കിം ലോട്ടറി ഉന്നത ഉദ്യോഗസ്ഥർ ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്നും CBI കണ്ടെത്തി. CBI അന്വേഷണത്തോട് സിക്കിം സർക്കാർ സഹകരിച്ചിരുന്നില്ല. അന്വേഷണത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് സിക്കിം സർക്കാർ കത്തയച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. ഒന്നാം സമ്മാനം നൽകുന്നതിലും സാന്റിയാഗോ മാർട്ടിൻ ക്രമക്കേട് നടത്തി. വിൽക്കാതിരുന്ന ഒന്നാം സമ്മാനം ലഭിച്ച 3 ടിക്കറ്റുകൾ ഭൂമി ഇടപാടുകളിൽ സഹായിച്ച ശെൽവരാജിന് നൽകി. അതേസമയം സംസ്ഥാനത്ത് വ്യാജ ലോട്ടറി അച്ചടിച്ച് വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടില്ലെന്ന് CBI അറിയിച്ചു. പാലക്കാട് മേഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലുണ്ടായ തീപിടുത്തം, ഭൂട്ടാൻ സർക്കാരുമായി ബന്ധപ്പെട്ട കേസ് എന്നിങ്ങനെ 2 ലോട്ടറി കേസുകളിൽ കൂടി കുറ്റപത്രം സമർപ്പിക്കാനുണ്ട്. മീഡിയ 1 കൊച്ചി.